ഹലോ, എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പ്രകാശൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പുന്നാര മോനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയാണ്. അതിന് ഒരുപാട് സഹായിച്ച നമ്മുടെ കാർത്തികയുടെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട്. പ്രകാശന് വലിയ സന്തോഷമൊക്കെ ആയി. തൻ്റെ മകനെ താൻ ഇനി ഇറക്കാൻ പറ്റുമെന്ന് പോലും ചിന്തിച്ച ഒരു സമയമൊക്കെ പ്രകാശനുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ സഹായിച്ചത് ഇപ്പതാ കാർത്തിക തന്നെയാണ്. അതിന് കാർത്തികയോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂങ്ങയും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനും ഒക്കെ സംസാരിച്ചു. അപ്പം പ്രകാശന്റെ അടുത്ത് കാർത്തിക പറഞ്ഞു, ദേ ഇവൻ എനിക്ക് സ്വന്തം അനുജൻ തന്നെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവനെ പോലെയുള്ള ഒരു അനിയനെ കിട്ടിയത്. എന്തായാലും അച്ഛൻ്റെ പെൺമക്കളെ കാണിച്ചത്രയും ക്രൂരതയൊന്നും ഞാൻ കാണിക്കത്തില്ല. എനിക്ക് നിങ്ങളെയൊക്കെ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെയാ ഞാൻ അച്ഛാന്ന് തന്നെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെയധികം കാര്യത്തിൽ കാർത്തിക സംസാരിക്കുക. പ്രകാശനാണെങ്കിലോ ഇതിൽ പരം ഒരു അഹങ്കാരം ഇനി ജീവിതത്തിൽ വരാനേ ഇല്ല. പ്രകാശൻ സകലതും നേടി എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. മോളെ, ഈ ഒരു സന്തോഷം ഇത് ഞാനങ്ങ് ആഘോഷിക്കുമെന്ന് പറഞ്ഞപ്പം അതിനെന്താ അച്ഛാ, അച്ഛൻ്റെ ഏതൊരു ആഘോഷത്തിനും ഈ മോളും അച്ഛനോടൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞ് കാർത്തിക എല്ലാത്തിനും സപ്പോർട്ടടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് പ്രകാശൻ തൻ്റെ പുന്നാര മോനുമായിട്ട് നേരെ ചെല്ലുന്നത് കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിലേക്കാണ്. അപ്പം ഇവരാണെങ്കിൽ പ്രകാശനെയും മകനെയും കാണുന്ന സമയത്ത്, അല്ല നിങ്ങളെന്താ ഇപ്പം ഇവിടെ വന്നത്, നിങ്ങൾക്ക് എന്തിനാ ഇവിടെ വരേണ്ട കാര്യം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പം പ്രകാശൻ പറഞ്ഞു, നീയും നിന്റെ ഭർത്താവും ഒക്കെ കൂടി നിന്റെ നാത്തൂനും ഒക്കെ കൂടി വലിയ കള്ളക്കളിയൊക്കെ കളിച്ച് എൻ്റെ മോനെ ജയിലിലാക്കിയില്ലേ? നീയൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരുന്നത്? അവൻ ജീവിതകാലം മുഴുവനും അവിടെ കിടന്ന് നരകിക്കുമെന്നാണോ? ദേ കണ്ടില്ലേ, എൻ്റെ മോനെ കണ്ണ് നിറച്ച് കാണ് എന്നും പറഞ്ഞു പ്രകാശൻ നമ്മുടെ വിക്രത്തെ മുന്നിൽ നിർത്തി. എന്നിട്ടാണെങ്കിലോ പ്രകാശൻ പറഞ്ഞു, കണ്ടോ ദേ ചൊണയുള്ള ആൺകുട്ടിയാ ഇവൻ പുറത്തിറങ്ങിയിരിക്കുന്നു. അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരാൾ സഹായിച്ചിരിക്കുന്നു. എന്തായാലും സത്യം തന്നെ വിജയിക്കുകയുള്ളൂ. കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും സത്യത്തിന് തന്നെ വിജയം ഉണ്ടാകുള്ളൂ എന്നൊക്കെ ഇയാൾ വലിയ വീമ്പടിക്കുക. അപ്പൊ നമ്മുടെ കല്യാണിയാണെങ്കിലോ ഒട്ടും വിട്ടുകൊടുക്കാൻ നിന്നില്ല. എടാ വിക്രമേ, ഇത്തവണ നീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇനി ഇതുപോലെയുള്ള തരികിട പരിപാടിയൊക്കെ ആയിട്ട് നടന്നാലുണ്ടല്ലോ നിന്റെ കാര്യം പോക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും കിരണും പറഞ്ഞു, വിക്രം, നീ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്. അവളെ ചതിച്ച് കല്യാണം കഴിച്ചതും പോരാ, അതും പോരാഞ്ഞിട്ട് അവളിപ്പം വേറൊരു ജീവിതത്തിലേക്ക് പോയപ്പം അവനെ കൂടി ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? ഇതിനൊക്കെയുള്ള ശിക്ഷയാണ് കുറച്ചു കാലം ആ ഒരു ജയിലിൽ കിടന്നത്. അവിടെ കിടന്നപ്പം പോലീസുകാരെല്ലാവരും നിന്നെ നന്നായിട്ട് സൽക്കരിച്ചു എന്ന് ചോദിക്കുകയാണ്. വിക്രം ആണെങ്കിലോ അവരെല്ലാവരും നിങ്ങളുടെ ആൾക്കാരായിരുന്നല്ലോ. എന്തായാലും ഇനി ഈ വിക്രത്തെ തൊടാൻ പറ്റത്തില്ല. വിക്രം അത്ര കണ്ടങ്ങ് ഉയർന്നു. എടി കല്യാണി, ഈ നിൽക്കുന്നതുണ്ടല്ലോ എൻ്റെ രാജകുമാരനാണ്, എൻ്റെ പുന്നാര മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തെ പുകഴ്ത്തി പ്രകാശൻ ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ വിക്രം ആണെങ്കിൽ തൻ്റെ അച്ഛനോട് ഇങ്ങനെ ചേർന്ന് നിന്നു. വിക്രം കണ്ടില്ലേ, ഇതാണ് എൻ്റെ അച്ഛൻ്റെ സ്നേഹം. എൻ്റെ അച്ഛൻ ഉള്ളിടത്തോളം കാലം എനിക്ക് മറ്റാരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് വിക്രം വലിയ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുക. പിന്നീടാണെങ്കിലോ ഇവൻ പുറത്തിറങ്ങിയ വിവരങ്ങളൊക്കെ സേനനും അതുപോലെ രൂപയും ഒക്കെ അറിഞ്ഞു. രണ്ടുപേരും കൂടെ ഇരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഇനിയും ഇവൻ തൻ്റെ മകളുടെ ജീവിതത്തിലോ മകൻ്റെ ജീവിതത്തിലോ കയറി കളിക്കോ ഇല്ലയോ എന്നുള്ളൊരു പേടി നമ്മുടെ രൂപയ്ക്കുണ്ട്. രൂപ രാഹുലിനെ ഭയപ്പെടുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വിക്രത്തെയും ഭയപ്പെടുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ഇനി എന്തായാലും കല്യാണിയും കിരണും അതുപോലെ ആൽബിയും സോണിയും ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഒക്കെ സേനൻ ഇങ്ങനെ പറയുമ്പം രൂപയ്ക്ക് ടെൻഷനായി. എടോ രൂപേ, താൻ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ, താനൊന്ന് മനസ്സിലാക്ക്. ദേ അവൻ ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ പ്രവർത്തികളൊക്കെ കൊണ്ടുപോന്ന് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനെ പോലെയുള്ള ഒരുത്തനെ നമുക്ക് ഏത് രീതിയിലാണ് അവൻ പെരുമാറുന്നത് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടൊരു കരുതൽ വേണം, താൻ തൻ്റെ മോളോട് പറയണമെന്നൊക്കെ പറഞ്ഞ് രൂപയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വിക്രത്തെയാണ്.
വിക്രം ആണെങ്കിൽ പട്ടം പൊട്ടിപ്പോയി അതുപോലെ ഇങ്ങനെ പാറി നടക്കുകയാണ്. വിക്രത്തിന് ഒരു ബെല്ലും ഒരു ബ്രേക്കും ഇല്ല. അപ്പം ഇപ്പം നമ്മുടെ കാർത്തികയുടെ പണക്കൊഴുപ്പിൻ്റെ പേരിൽ വിക്രം അങ്ങ് നല്ല പുള്ള കളിക്കുകയാണ്. അങ്ങനെ വഴിയിലെത്തി നമ്മുടെ ആൽബിയും സോണിയും കൂടെ ചെറിയൊരു പർച്ചേസിനിങ് പോകുന്ന സമയമാണ്. അവരുടെ മുന്നിലേക്ക് വിക്രം ഇടിച്ചു കയറി ചെന്നു. എന്നിട്ട് ആൽബി ആണെങ്കിലോ ഇവൻ ഇറങ്ങിയല്ലോ, എന്തായാലും ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, നീ എന്തിനാ ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് ആൽബി ചോദിക്കുമ്പം, എന്താടാ എനിക്ക് നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ലേ, നീയും നിന്റെ ഈ ഭാര്യ എന്ന് പറയുന്നവള് ഒരുപാട് കാലം എൻ്റെ കൂടെ പുറത്തതാണ് എന്നുള്ള കാര്യം നീ മറക്കരുത് എന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇവൻ ഇങ്ങനെ വളരെ മോശമായിട്ട് നമ്മുടെ സോണിയോട് സംസാരിച്ചു. സോണിയാണെങ്കിലോ കിരണിനെ പോലെ തന്നെ ദേഷ്യമൊക്കെ പെട്ടെന്ന് വരുന്ന കൂട്ടത്തിലാണ്. അവൾ നമ്മുടെ വിക്രത്തിന്റെ കഴുത്തിന് കുത്തി പിടിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും എല്ലാവരോടും പകരം വീട്ടാൻ തന്നെയാണ് ഈ വിക്രമാദിത്യൻ എന്ന് പറയുന്ന രാജകുമാരന്റെ മടങ്ങി വരവ്. അതൊക്കെ നടക്കുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.